ഓക്കെ, നമുക്ക് അടുത്തത് പ്രൂവ് ചെയ്യേണ്ടത് പാർട്ട് ബി ആണ്. സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1 by n raised to s equal to x raised to 1 minus s divided by 1 minus s. ഇത് ആക്ച്വലി ഇയാളുടെ ഇന്റഗ്രൽ ആണ്. ഇന്റഗ്രൽ 1 to x എന്ന് പറയുന്ന ഇന്റഗ്രൽ ആണ് ഈ കാണുന്നത്. പ്ലസ് എൻ എറർ റിട്ടേൺ സീറ്റ ഓഫ് എസ് പ്ലസ് ഒ ഓഫ് എക്സ് റേസ് ടു മൈനസ് എസ് ഇഫ് എസ് ഗ്രേറ്റർ ഈക്വൽ 0 ആൻഡ് എസ് നോട്ട് ഈക്വൽ ടു 1. അപ്പൊ ഇതാദ്യം നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാം. ഇതില് എസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടേമിനെ ഈ രണ്ട് ടേമിനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത സി പാർട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ബി പാർട്ട് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. ബി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1 by n റേസ് ടു എസ് എന്ന് പറയുന്നതിന്റെ സമ്മേഷന് ഓയിലർ സമ്മേഷൻ ഫോമിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, പ്രൂവ് ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് എക്സിന് ഓയിലർ സമ്മേഷൻ ഫോമുലയില് എഫ് ഓഫ് എക്സിന് പകരം എക്സ് റേസ് ടു മൈനസ് എസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എസ് റേസ് ടു മൈനസ് എസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എസിന്റെ അസംഷൻ എസ് 0 അല്ല, എസ് നോട്ട് ഈക്വൽ ടു 1 ആണ്. ഓയിലർ സമ്മേഷൻ ഫോമിൽ എന്ത് വരും? സിഗ്മ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1 by n റേസ് ടു എസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? 1 എക്സ്ട്രാക്ട് ചെയ്യണം. 1 പ്ലസ് സിഗ്മ 1 ലെസ് ദാൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് 1 by n റേസ് ടു എസ് വരും. അവിടെയാണ് നമ്മൾ ആ 1 ആണ് ഓൾറെഡി എവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക ഓയിലർ സമ്മേഷൻ ഫോമുല ഉപയോഗിച്ച്. അത് ഇന്റഗ്രൽ 1 to x dt by t raised to s വരും, മൈനസ് ഇന്റഗ്രൽ 1 to x t മൈനസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് t ഡിവൈഡഡ് ബൈ t raised to s plus 1 വരും. ഇവിടെ dt വരും. പിന്നെ എഫ് ഓഫ് എക്സിന്റെ ടൈം എന്ന് പറയുന്നതാണ്. വൈഡ് ടൈം എഫ് ഓഫ് വൈഡ് ടൈം ഉണ്ടാവില്ല, കാരണം ഇന്റഗ്രൽ പാർട്ട് ഓഫ് y മൈനസ് y എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇവിടെ y 1 ആയതുകൊണ്ട് അത് 0 ആയിരിക്കും. ഇനി ആൾ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? എക്സ് റേസ് ടു 1 മൈനസ് എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് എസ് വരും. ഈ മൈനസ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്താണ്, ഇത് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 by 1 മൈനസ് എസ് വരും. പ്ലസ് 1 അങ്ങനെ തന്നെ എഴുതി. ഇനി ഇവർ ചെയ്തിരിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. നേരത്തെ ചെയ്ത അതേ ഐഡിയ തന്നെ 1 to x എന്ന് പറയുന്ന ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യും. അത് സ്പ്ലിറ്റ് ചെയ്യുന്നത് 1 to ഇൻഫിനിറ്റി എന്നും എക്സ് ടു ഇൻഫിനിറ്റി എന്നും രണ്ട് ഇന്റഗ്രൽ ആയിട്ട് സബ്ട്രാക്ഷൻ ആയിട്ട് എഴുതും. 1 to ഇൻഫിനിറ്റി മൈനസ് എക്സ് ടു ഇൻഫിനിറ്റി ആവും. അപ്പൊ അതിന്റെ മൈനസ് വേണം നമ്മളിവിടെ എഴുതാൻ. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആ ഇന്റഗ്രൽ മാത്രം എടുത്ത് ഞാനൊന്ന് സോൾവ് ചെയ്ത് കാണിക്കാം. ഓക്കെ, നമുക്ക് വേണ്ട ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 1 to x ടി മൈനസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി റേസ് ടു എസ് ഡി ടി ആയിരുന്നു. ഈ ഇന്റഗ്രൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഇന്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 1 to ഇൻഫിനിറ്റി ടി മൈനസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി റേസ് ടു എസ് എന്നും മൈനസ് ഇന്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ടി മൈനസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ടി ടി റേസ് ടു എസ് ഡി ടി എന്നും എഴുതണം. ഇത് എഴുതുമ്പോൾ ഈ ആദ്യത്തെ ഇന്റഗ്രൽ ഒരു കോൺസ്റ്റന്റ് ആണ്, നമ്മൾ അതിനൊന്നും ചെയ്യുന്നില്ല. നമ്മൾ രണ്ടാമത്തെ ഇന്റഗ്രലാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ഇന്റഗ്രൽ 1 to ഇൻഫിനിറ്റി ടി മൈനസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ടി ഡിവൈഡഡ് ബൈ ടി റേസ് ടു എസ് ഡി ടി മൈനസ് ഇയാൾ എങ്ങനെ എഴുതും? ഈ പറയുന്ന ഇന്റഗ്രൽ നമുക്ക് ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രലിനെ ഇത് 1 വെച്ച് ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇന്റഗ്രൽ എക്സ് ടു ഇൻഫിനിറ്റി 1 by t raised to s എഴുതാം. സോറി, ഹിയർ വി ഹാവ് s plus 1, റൈറ്റ്? s plus 1 എഴുതാം. ഇവിടെയും s plus 1 ആണ്, ഇവിടെയും s plus 1 ആണ്. Then we have s plus 1 here. Here also it's s plus 1. കാരണം ഈ വാല്യൂ 1 ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇന്റഗ്രലിനെ this integral minus this that is less than or equal to this minus ഇവിടെ മാത്രം ഞാൻ മാറ്റി എഴുതി. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ഉപയോഗിക്കാവുന്നത്, നമുക്ക് ഈ മൈനസ് ഇന്റഗ്രലിനെ പറ്റി ഡിസ്കസ് ചെയ്ത് മൈനസ് ഓഫ് ദിസ് ഇന്റഗ്രൽ ഇവിടെയാണ് ഞാൻ ഇക്വാലിറ്റി അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ആയിരുന്നു. ഇന്റഗ്രൽ എങ്ങനെ എഴുതി? ദിസ് ഇന്റഗ്രൽ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി 1 to ഇൻഫിനിറ്റി പ്ലസ് എക്സ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അതായത് ഇത്രേ ഉള്ളൂ. ഈ മൈനസ് നമ്മൾ മാറ്റിക്കളഞ്ഞാൽ ബാക്കിയുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ദിസ് ഇന്റഗ്രൽ മൈനസ് ദിസ് ആണ് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ ആദ്യത്തെ ടൈം ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നു. രണ്ടാമത്തെ ടൈമിന് ഞാൻ എന്ത് ചെയ്തു? 1 ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് 1 by t raised to s plus 1 dt എന്ന് എഴുതി. ക്ലിയർ? അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം.
കാരണം ഇത് ഇന്റഗ്രബിൾ ആണ് ഫംഗ്ഷൻ. അപ്പൊ ഇതിനെ ടി റൈസ് ടു മൈനസ് എസ് മൈനസ് 1 എഴുതിയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ദിസ് ബിക്കംസ് മൈനസ് ഇന്റഗ്രൽ 1 ടു ഇൻഫിനിറ്റി ടി മൈനസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് ടി divided by t raised to s plus 1 dt, and this integral will be t raised to minus s divided by minus s from x to infinity. Okay, infinity apply ചെയ്താൽ നമുക്കറിയാം ഇത് ഡിനോമിനേറ്ററിലെ ടൈം പോകും. ഇൻഫിനിറ്റി t tends to infinity ആവുന്ന സമയത്ത് ഇയാൾ 0ലേക്ക് പോകും. മൈനസ് ഓഫ് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും x raised to minus s divided by s എന്ന് വരും. Minus of minus allowed x raised to minus s divided by minus s value. Okay, so this can be written as minus integral 1 to infinity t minus integral part of t divided by t raised to s plus 1 dt, and this will be x raised to minus s divided by s value. Clear? So this becomes minus 1 to infinity t minus integral part of t divided by t raised to s plus 1 dt plus 1 by s times o of x raised to minus s എന്ന് എഴുതാൻ പറ്റും. ഇയാളെ നമുക്ക് ഓർഡർ ഓഫ് എക്സ് റേസ് ടു മൈനസ് എസ് എന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് വരും? മൈനസ് എസ് ടൈംസ് ഈ ഇന്റഗ്രൽ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? എല്ലായിടത്തും മൈനസ് എസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, മൈനസ് എസ് ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ എസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എസ് ഇവിടെ ഉണ്ടാവും, എസ്, കാരണം ഈ ടേമാണ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലായിടത്തും എസ് വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സംഭവിക്കുന്നതാണെങ്കിൽ ഈ എസ് ബൈ എസ് വരും, ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ ക്വാണ്ടിറ്റീനെ നമുക്ക് ആ സ്റ്റെപ്പിൽ എന്ത് റീപ്ലേസ് ചെയ്യാം? ദിസ് 1 to infinity എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ്, ഇതൊരു കോൺസ്റ്റന്റ് ടേമാണ്. ഇത് പ്ലസ് ഒ ഓഫ് എക്സ് റേസ് ടു മൈനസ് എസ് എന്ന് പറഞ്ഞ് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, തിരിച്ച് നമ്മളിവിടെ വന്നു. ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് അതാണ്, ഇപ്പോൾ എഴുതി കാണിച്ചാണ് നമ്മളിവിടെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. 1 to infinity ദിസ് ഇന്റഗ്രൽ പ്ലസ് ഒ ഓഫ് എക്സ് റേസ് ടു മൈനസ് എസ് ആവും. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ടൈം അങ്ങനെ തന്നെ എഴുതി, ഒ ഓഫ് എക്സ് റേസ് ടു മൈനസ് എസ് എഴുതി. ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഇതൊരു ഫംഗ്ഷൻ ഓഫ് എസ് എന്ന് പറയാം. അതിന് ഞാൻ സി ഓഫ് എസ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ സി ഓഫ് എസ് എന്താണ്? സി ഓഫ് എസ് എന്ന് പറയുന്നത് ഈ ബാക്കി എല്ലാ ടൈമിനെയും ലെഫ്റ്റ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പൊ സി ഓഫ് എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത് കിട്ടുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഈ പറയുന്ന ഏത് ക്വാണ്ടിറ്റീനെയാണ് സി ഓഫ് എസ് എന്ന് വിളിച്ചിരിക്കുന്നത്? സി ഓഫ് എസ് എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങിയുള്ള വാല്യൂസ് ആണ്. അതായത് ഈ പറയുന്ന എക്സ് റേസ് ടു 1 മൈനസ് എസ് ഡിവൈഡ് ബൈ 1 മൈനസ് എസ് ഇവിടെ ഉണ്ട്, പിന്നെ ഒ ഓഫ് ഉണ്ട്. ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് എന്തെല്ലാമാണെന്ന് ഇവിടെ നോക്കുക. ഒരു 1 ഉണ്ടാവും, പിന്നെ ഒരു മൈനസ് 1 ബൈ 1 മൈനസ് എസ് ഉണ്ടാവും, പിന്നെ എസ് ടൈംസ് മൈനസ് എസ് ടൈംസ് എസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ സി ഓഫ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ പറയുന്ന സി ഓഫ് എസ് എന്ന് പറയുന്നത് സീറ്റ് ഓഫ് എസ് ആണെന്ന് തന്നെ പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്നത്, ഇപ്പൊ എസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? എസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇയാള് കൺവെർജന്റ് ആണ്. ഇത് എങ്ങോട്ട് പോയിക്കോളും? ഈ പറയുന്ന സീറ്റ് ഓഫ് എസിലേക്ക് പോയിക്കോളും. അപ്പൊ ലെഫ്റ്റ് സൈഡ് എസ് ഗ്രേറ്റർ ദാൻ 1 കാര്യത്തില് ലെഫ്റ്റ് സൈഡ് എന്തായിട്ട് മാറും? സീറ്റ് ഓഫ് എസ് ആയിട്ട് മാറും. റൈറ്റ് സൈഡ് എസ് ഗ്രേറ്റർ ദാൻ 1 വന്നാൽ ഈ എക്സ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ വരും. എസ് എക്സ്റ്റൻഷൻ ഇൻഫിനിറ്റി അത് 0ലേക്ക് ടെൻഡ് ചെയ്തോളും. ഇതും എക്സ് ഡിനോമിനേറ്ററിലാണ്, എസ് എക്സ്റ്റൻഷൻ ഇൻഫിനിറ്റി 0ലേക്ക് ടെൻഡ് ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ സി ഓഫ് എസിന് ഇവിടെ നിർത്തി ബാക്കി എല്ലാ ക്വാണ്ടിറ്റിനെയും ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്ത് ലിമിറ്റ് എക്സ്റ്റൻഷൻ ഇൻഫിനിറ്റി എടുത്താൽ എസ് ഗ്രേറ്റർ ദാൻ 1ന്റെ കേസിൽ അതെന്തായിട്ട് മാറും? സീറ്റ് ഓഫ് എസ് ആയിട്ട് മാറും. ക്ലിയർ? ഇനി 0ക്കും 1നും ഇൻ ബിറ്റ്വീൻ ആണ് എസ് എങ്കിൽ എന്ത് ചെയ്യും? അതാണ് നമ്മൾ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? അപ്പൊ 0 ലെസ് ദാൻ എസ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഒന്നുമില്ല, ഇത് എങ്ങോട്ട് പോയിക്കോളും? 0ലേക്ക് പോയിക്കോളും ആസ് എക്സ്റ്റൻഷൻ ഇൻഫിനിറ്റി. ക്ലിയർ? കാരണം എക്സ് ലാർജ് ആവുന്നതോറും ഈ പറയുന്നത് ഡിനോമിനേറ്ററിലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എക്സ് ലാർജ് ആവുന്നതോറും ഇയാളെ കൊണ്ട് പോയിക്കോളും? 0ലേക്ക് പോയിക്കോളും. അപ്പൊ ഈ പറയുന്ന ഓഫ് എന്ന് പറയുന്ന ടൈം 0ലേക്ക് പോകും. ബാക്കിയുള്ള ടൈമിന് എന്ത് എഴുതാൻ പറ്റും? ദിസ് മൈനസ് ദിസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും, സി ഓഫ് എസ് എഴുതാൻ പറ്റും. അതാണ് എസ് 0ക്കും 1 ഇൻ ബിറ്റ്വീൻ ആകുമ്പോൾ നമ്മൾ സീറ്റ് ഓഫ് എസ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലും ശരി, 0ക്കും 1 ഇൻ ബിറ്റ്വീൻ ആണെങ്കിലും ശരി, നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് വെച്ച ഈ സി ഓഫ് എസ് എന്ന് പറയുന്നത് ആരായിട്ട് കോൺസിഡർ ചെയ്യും? സീറ്റ് ഓഫ് എസ് ആയിട്ട് കോൺസിഡർ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മൾ ലെഫ്റ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1 മൈനസ് എസ് ഡിവൈഡ് ബൈ 1 മൈനസ് എസ് പ്ലസ് സി ഓഫ് എസ് പ്ലസ്
ഓഫ് എക്സ് റേസ് ടു മൈനസ് എസ് എന്ന് പറയുന്ന ഒരു അസിംപ്ടോട്ടിക് ഫോർമുല. അസിംപ്ടോട്ടിക് ഫോർമുല എന്ന് പറഞ്ഞത്രേ ഉള്ളൂ ഈ പറയുന്ന സം എന്ന് പറയുന്നത് ആസ് എക്സ് ടെൻസ് ഇൻഫിനിറ്റി ഇയാളുമായിട്ട് കോയിൻസൈഡ് ചെയ്യും വിത്ത് ആൻ എറർ ടേം. ഓക്കെ, ഇതാണ് ഈ ബി പാർട്ടിന്റെ പ്രൂഫായിട്ട് പറയുന്നത്.